ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു നല്ല പുലർക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഓരോ നാളും പിരിയാതെ അന്ത്യത്തോളം വഴി നടത്തുന്ന, ഓരോ നിമിഷവും കൃപയാൽ നമ്മെ സൂക്ഷിക്കുന്ന വലിയവനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്കുള്ള വേദവാക്യം 1 യോഹന്നാൻ 3:24 വാക്യമാണ്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കുവാൻ കഴിയാത്തവ ആയിരുന്നുവെങ്കിൽ നാം എല്ലാവരും ഇന്ന് നഷ്ടമായി പോകുമായിരുന്നു. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത ഉടമ്പടിയിൻ കീഴിൽ രക്ഷയ്ക്കു വേണ്ട എല്ലാ വഴികളും ഒരുക്കിയിട്ടുണ്ട്. കൃപയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. അവനെ കൈക്കൊണ്ട എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ലോകത്ത് 2 വിഭാഗം ആളുകൾ മാത്രമാണുള്ളത്: അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും, വിശുദ്ധരും അവിശുദ്ധരും. നമുക്ക് ഏവർക്കും അറിയാം, യേശു ക്രിസ്തുവിന്മേൽ നമ്മുടെ അകൃത്യങ്ങളെ എല്ലാം ചുമത്തപ്പെട്ടപ്പോൾ പാപികളുടെയും അവിശുദ്ധരുടെയും കൂട്ടത്തിൽ യേശുവിനെയും എണ്ണപ്പെട്ടു. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും യേശുവിന്റെ മേൽ കണക്കിട്ടപ്പോൾ യേശു നമുക്ക് പകരം പാപിയായി. പാപം എന്തെന്നറിയാത്തവൻ പാപിയായി എന്ന് തിരുവചനം പറയുന്നു. നമ്മൾ അനുഭവിക്കേണ്ടതായ പാപശിക്ഷയും തരം താഴ്ത്തലും ദുരിതപൂർണമായ മരണശിക്ഷ വരെ യേശു നമുക്ക് വേണ്ടി സഹിച്ചു. പിതാവായ ദൈവത്തിന്റെയും സ്വർഗീയ ദൂതന്മാരുടെയും മുൻപാകെ നമുക്ക് പകരം ജാമ്യക്കാരനായി തീർന്നു. തന്റെ ദിവ്യത്വം മാനുഷികതയിൽ മറച്ചുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനായി യേശു ഈ ലോകത്തിൽ വന്നു. ഒരു പിതാവിനെ മകൻ അനുസരിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശു പിതാവിനെ മരണത്തോളം അനുസരിച്ചു എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. ഫിലിപ്പരുടെ ലേഖനം 2-ാം അധ്യായം 7 ഇപ്രകാരം പറയുന്നു: ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ വാക്യം നാം ഇച്ചിരി ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്നത്, മാനുഷികാവസ്ഥയിൽ തന്റെ സമ്പൂർണ്ണ അനുസരണത്തിന്റെ മാതൃക കൊണ്ട് നാം അനുസരണമുള്ളവരായിരിക്കുവാൻ യേശു നമുക്ക് കാണിച്ചു തന്നു എന്നാണ്. പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ, പിതാവായ ദൈവത്തിന്റെ ഹിതങ്ങൾ, ആഗ്രഹങ്ങൾ അക്ഷരം പ്രതി എങ്ങനെ അനുസരിക്കാമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: എന്റെ കൽപ്പനകൾ ഉള്ളവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇവിടെ ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ കൽപ്പനകൾ ഉള്ളവൻ എന്ന് വിളിക്കുകയാണ്. എന്താണ് ആ വിളി കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്റെ കൽപ്പനകൾ ഉള്ളവൻ അല്ലെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൽപ്പന എന്തായിരിക്കുന്നുവോ അതിന്മേൽ വെളിച്ചമുള്ള വ്യക്തി എന്നാണ്. അങ്ങനെയുള്ളവൻ ദൈവകൽപ്പന ലംഘിക്കുന്നത് നേട്ടമായിട്ട് കാണുകയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അപ്രകാരം ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരായി, ഹൃദയം കൊണ്ട് ദൈവകൽപ്പനകളെ ഏറ്റെടുത്ത് അനുസരിക്കുന്നവരായി നാം മാറുമ്പോൾ നമ്മൾ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുകയും ചെയ്യട്ടെ. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുലർകാലത്തിൽ നമുക്കതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്തോത്രം. ഈ സുപ്രഭാതത്തിൽ കർത്താവേ സ്തോത്രം. നല്ല ഉറക്കത്തെ തന്ന് അടിയങ്ങളെ പുലർക്കാലത്തിൽ തട്ടി ഉണർത്തി വിളിച്ചു നിർത്തി അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങൾക്ക് ഒരു പകൽക്കാലം കൂടി ആയുസ് നേറ്റി തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. അടിയങ്ങൾ അങ്ങയുടെ സന്ധിയിലായിരിക്കുമ്പോൾ കർത്താവെ സ്തോത്രം. പാപികളും ദോഷികളുമാണ് എങ്കിലും കർത്താവെ അവിടുന്ന് അടിയങ്ങളെ കൃപയോടെ വഴി നടത്തുന്ന, ഓരോ നിമിഷവും കർത്താവെ വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി കർത്താവെ അങ്ങോട്ട് യാചിക്കുന്ന പച്ചാ. എല്ലാവരും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന പച്ച. പ്രായമായവർ, രോഗം അനുഭവിക്കുന്നവർ കർത്താവെ, യുവാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ കർത്താവെ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ജോലിക്കായി ഇറങ്ങി പുറപ്പെടുന്നവർ കർത്താവെ
കർത്താവെ, പലവിധ ആവശ്യങ്ങൾക്കായി കർത്താവെ ഓരോ മേഖലകളിലേക്ക് പോകുന്നവർ കർത്താവെ, അവരെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തോടു കൂടി അങ്ങനത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരുടെയും ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച. അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്ന പച്ച. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമീകരിക്കണമെന്ന് യാചിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.